ഹലോ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് ആണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഹൈഡ്രജൻ്റെയും ആർക്കിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നും പ്രിൻസിപ്പിൾ എന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഞാൻ ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ മെയിൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇതാ ഇവിടെ രണ്ട് ടങ്സ്റ്റൺ, നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡിലോട്ട് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, ഒരു AC പവർ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. AC പവർ സോഴ്സ് കൊടുക്കുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നമ്മൾ ഏകദേശം ഒരു 1.5 മില്ലിമീറ്റർ ഡിസ്റ്റൻസാണ് സാധാരണ ഉണ്ടാവുക. 1.5 മില്ലിമീറ്റർ ഏകദേശം നമ്മൾ ആ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും, ഈ രണ്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡും മെയിൻറ്റെയിൻ ചെയ്യും. ആ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിലൂടെ ഒരു AC പവർ സോഴ്സ്, പവർ കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവിടെ ആർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. നമ്മളിവിടെ ഒരു പവർ സോഴ്സ് കൊടുത്താൽ കറണ്ട് പാസ് ചെയ്യുന്നതിന് മുറക്ക് ഇവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ആർക്ക് വെൽഡിംഗ് സൂചിപ്പിക്കുന്ന ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ട് നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡിലൂടെ ഒരു AC പവർ സോഴ്സ് കൊടുത്തു. AC പവർ സോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞു AC പവർ സോഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് കാരണം എന്താ, ഇവിടെ രണ്ട് നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. AC പവർ സോഴ്സ് നമ്മൾ ഇതിന് മുമ്പ് പൊളാരിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DC കൊടുക്കുമ്പോൾ രണ്ടിലും വ്യത്യാസം വരുന്നുണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്. അത് പോസിറ്റീവ് ടെർമിനലിൽ കുറച്ച് ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടും ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആയതുകൊണ്ട് രണ്ടിലും ഒരുപോലുള്ള ഹീറ്റ് എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം രണ്ട് ഇലക്ട്രോഡിലും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, AC സപ്ലൈ കൊടുത്തു. AC സപ്ലൈ കൊടുക്കുമ്പോൾ അതിൽ ബാലൻസ്ഡ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ AC സപ്ലൈ കൊടുത്തത്. ഇനി ഇതിൽ പേരിൽ സൂചിപ്പിച്ച ഹൈഡ്രജൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു എക്സ്ട്രാ ഹൈഡ്രജൻ സിലിണ്ടർ കൊടുത്തിട്ട് ഹൈഡ്രജൻ സപ്ലൈ ഇലക്ട്രോഡ് ക്ലാമ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രജൻ സപ്ലൈ കൊടുക്കും. ഹൈഡ്രജൻ സപ്ലൈ ഓക്കെ. ഇപ്പോൾ രണ്ട് ഭാഗത്തിലൂടെയും എന്ത് ചെയ്യും, ഹൈഡ്രജൻ സപ്ലൈ കൊടുക്കും. ആ ഹൈഡ്രജൻ സപ്ലൈൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ, അതായത് ഈ ഒരു ഇലക്ട്രോഡ് ക്ലാമ്പിൻ്റെ എൻഡിലെത്തുമ്പോൾ അതൊരു ഷീൽഡിങ് ഗ്യാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഒരു ഷീൽഡിങ് ഗ്യാസ് ഈ വെൽഡിങ് നടക്കുന്ന ഏരിയ അറ്റ്മോസ്ഫിയറായിട്ട് എന്ത് ചെയ്യില്ല, കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു, നമുക്കിവിടെ ഇവിടെ ഹൈ ടെമ്പറേച്ചറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോൾട്ടൺ മെറ്റൽ ഇവിടെ ഉണ്ട്. അത് അറ്റ്മോസ്ഫിയറിൽ നൈട്രജനും ഓക്സിജനോടൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഓക്സിഡേഷനൊക്കെ സംഭവിക്കും. അത് എന്തിനെ ബാധിക്കും, നമ്മളുടെ വെൽഡിങ് സ്ട്രെങ്ത്തിന് അല്ലെങ്കിൽ വെൽഡിങ് ഡിഫക്റ്റ് ഉണ്ടാവാനൊക്കെ കാരണം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അറ്റ്മോസ്ഫിയർ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ, ഒരു ഷീൽഡിങ് കൊടുക്കും. അത് ആരാ പ്രൊവൈഡ് ചെയ്യണത്, ഹൈഡ്രജൻ. നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഹൈഡ്രജനാണ് പ്രൊവൈഡ് ചെയ്യണത്. അതും ഒരു ഫംഗ്ഷനാണ് ഹൈഡ്രജൻ്റെ. അതിൽ കൂടുതൽ അതിലേക്കാൾ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഹൈഡ്രജൻ ഇവിടെ ഈ ഒരു ടിപ്പിലോട്ട് വരുമ്പോൾ ഈ ആർക്കിൻ്റെ ഹീറ്റ് കൊണ്ട് അതെന്ത് ചെയ്യും, ഹൈഡ്രജൻ മോളിക്യൂൾസ് ഹൈഡ്രജൻ ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യും. രണ്ട് ഹൈഡ്രജൻ ആറ്റം, അത് എൻഡോതെർമിക് റിയാക്ഷനാണത്. എന്താണ്, ഒരു എൻഡോതെർമിക് റിയാക്ഷനാണ്. എൻഡോതെർമിക് റിയാക്ഷൻ കാരണം എന്താ, ഇവിടെ നമ്മൾ ഹീറ്റും കൂടിയും ആഡ് ചെയ്തിട്ടാണ്, ഇവിടെ ഹീറ്റ് ആഡ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് റിയാക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. മോളിക്യൂൾസ് എന്തായും ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഇവിടെ സപ്ലൈ ചെയ്തു. ഈ ഒരു ഇലക്ട്രോഡിൻ്റെ ടിപ്പിൽ ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്തായിട്ട് മാറി, ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറി. ഇനി ആ ഹൈഡ്രജൻ ആറ്റം നേരെ വന്ന് വർക്ക് പീസിലോട്ട് സ്ട്രൈക്ക് ചെയ്യും. ഇവിടെയുള്ള വർക്ക് പീസിലോട്ട് സ്ട്രൈക്ക് ചെയ്യും, ഈ ഒരു ഭാഗത്ത് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു കോൾഡ് റീജിയനാണ് വർക്ക് പീസ് ഉണ്ടാവുക.
ഇങ്ങനെ ഈ വർക്ക് പീസിലോട്ട് ഈ ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നേരെ തിരിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം റീകമ്പൈൻ ചെയ്യും, എന്നിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിട്ട് മാറും. അതായത് ഇവിടെ ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് ഇങ്ങനെ വന്നു, ആറ്റം വന്നിട്ട് വർക്ക് പീസിലെത്തുമ്പോൾ ഹൈഡ്രജൻ ആറ്റം തിരിച്ച് എന്തായിട്ട് മാറും? ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിട്ട് മാറും. മാത്രമല്ല അതൊരു ഹീറ്റും കൂടി ലിബറേറ്റ് ചെയ്യും. അതായത് ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ എന്തായി? അവിടെ ഒരു ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെയുള്ള ഹീറ്റും ആർക്കിൻ്റെ, നമ്മൾ ഓൾറെഡി 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ ഇടയിൽ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ആർക്കുണ്ട്. അപ്പോൾ ആ ആർക്കും, അതായത് ആ ആർക്കും ഹൈഡ്രജൻ്റെ എക്സോതെർമിക് റിയാക്ഷനിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹീറ്റ് ഹൈ ഹീറ്റ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3400 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ആർക്ക് നമ്മൾ സാധാരണ ആർക്ക് വെൽഡിങ്ങിലൊക്കെ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയായിരുന്നു? ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിലാണ് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുണ്ട്? നമുക്കത് നമ്മളുടെ കൈയിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ചൊക്കെ മാറും. കാരണം ആ ഒരു ഗ്യാപ്പ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആർക്കിൻ്റെ സ്റ്റെബിലിറ്റി വ്യത്യാസം വരും. പക്ഷേ ഇവിടെ എന്താണ്? ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 2 ഇലക്ട്രോഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ വർക്ക് പീസുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, വർക്ക് പീസ് റിലേറ്റഡ് അല്ല. കാരണം ഈ ഒരു സർക്യൂട്ടിൽ വർക്ക് പീസ് പെടുന്നില്ല. അതുകൊണ്ട് എന്തുണ്ട്? ആർക്കിൻ്റെ സ്റ്റെബിലിറ്റി, ആർക്ക് കൺട്രോൾ ഒന്നും കൂടി ഈസിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ്, 2 ഇലക്ട്രോഡിൻ്റെ ഗ്യാപ്പ് മാനുവലി നമുക്ക് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഹൈഡ്രജൻ സപ്ലൈ എന്ത് ചെയ്യാം? നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഹൈഡ്രജൻ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാം? പുറമേ നമുക്ക് അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താം വാൽവ് വെച്ചുകൊണ്ട്. ഇങ്ങനെ പറയാൻ കാരണം ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, ഈ ഒരു കോമ്പിനേഷൻ ഹൈഡ്രജൻ സപ്ലൈൻ്റെയും ഇലക്ട്രോഡിൻ്റെയും ഗ്യാപ്പിൽ വ്യത്യാസം വരുത്തുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് അതിൻ്റെ ഹീറ്റിൽ വ്യത്യാസം വരുത്തും. ഈ ഹീറ്റിൽ വ്യത്യാസം വരും. അങ്ങനെ ടെമ്പറേച്ചർ ഹീറ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റലിന് ഡിഫറെൻറ്റ് ഹീറ്റ് ആയിരിക്കും വേണ്ടി വരിക. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് എന്തിൽ? അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൽ. പിന്നെ നമ്മൾ ഇവിടെ ഹൈഡ്രജൻ സപ്ലൈ കൊടുക്കുന്നതുകൊണ്ട്, ഈ ഇലക്ട്രോഡ് ക്ലാമ്പിലൂടെ ഹൈഡ്രജൻ സപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡിന് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഈ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ലൈഫ് ഒന്നും കൂടി ലോങ്ങർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഇതിന് മെയിൻ നമുക്കറിയാം, ഇതിൻ്റെ ഹൈഡ്രജൻ ആറ്റം വേണം, 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഈ ടോട്ടൽ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വേണം. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഉപയോഗിക്കുക ഫ്ലാറ്റ് പൊസിഷനിൽ മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റ് പൊസിഷനിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ലിമിറ്റേഷനാണ് ഓൺലി യൂസ് ഇൻ ഫ്ലാറ്റ് പൊസിഷൻ. ഫ്ലാറ്റ് പൊസിഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റമാണ് ഇതിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം അതിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണം. ഇൻഫ്ലേമബിൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. ഇനി ഹൈഡ്രജൻ ആറ്റം അതേപോലെ ടങ്സ്റ്റൻ്റെ ഈ കൺട്രോളിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹൈലി സ്കിൽഡ് വർക്കറിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു വർക്ക് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനാണ് എന്തിൻ്റെ? അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ്ങിൻ്റെ. സ്കിൽഡ് വർക്കർ ആവശ്യമുണ്ട്. ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞു ഏകദേശം 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് റാപ്പിഡ് വെൽഡിങ് പോസിബിളാണ്. സ്പെഷ്യൽ ടൈപ്പ് അലോയ്, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ എന്ത് ചെയ്യണം? സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള അലോയ്സൊക്കെ നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പൊതുവെ ഇതിൻ്റെ ഹീറ്റിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫെറസ്, നോൺ ഫെറസ്, അതേപോലെ ഡിഫറെൻറ്റ് സൈസുള്ള മെറ്റലൊക്കെ എന്ത് ചെയ്യാം? ഇത് വെച്ചുകൊണ്ട് നമുക്ക് വെൽഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. വീഡിയോ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. Atomic hydrogen arc welding combines the advantages of easy manipulation
and accurate control of the molten pool. For this demonstration, we will weld a corner joint on material 3/32 of an inch thick. The edges should be held together by tack welding or clamping and should fit closely over their entire length. Atomic hydrogen welding is best accomplished in the flat position. The current setting is made to establish a speed of welding which the operator can maintain easily and uniformly. About 30 amperes will provide average welding speed on 3/32 inch material. With this current setting, we are using electrodes 1/16 inch in diameter. They are given their maximum extension. The hydrogen is turned on, the arc is struck, and a check of the hydrogen flow is made by observing the arc with the electrodes about 1/16 inch apart. The arc is applied so that its lower edge just touches the work. Both edges of the joint melt and fuse into a pool of molten metal. The size and shape of the molten pool are the guides to good welding. On a corner joint, the width of the pool should be about twice the thickness of the work, and the surface of the pool should be well rounded. The operator maintains a proper pool by controlling speed of travel. With this type of joint, the arc may be held across the joint for easier operation, or in line with the joint for faster travel. To end a weld, travel speed is increased slightly, and the arc is lifted at the end. The finished weld is clean, uniform, and well-rounded. A narrow bead appearing through the back shows the complete penetration achieved under correct welding conditions. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്താണ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.